എല്ലാവർക്കും നമസ്കാരം. യൂണിയൻ ബഡ്ജറ്റ് 2024-25 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ്. ഇത് ഇൻ്ററിം ബഡ്ജറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനില്ല. എന്നാലും എക്കണോമിയായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്കോണമി ഏത് രീതിയിൽ പെർഫോം ചെയ്യുന്നു, ഏത് രീതിയിലാണ് നമ്മുടെ ഗ്രോത്തിൻ്റെ ഡയറക്ഷൻ, ഇൻഫ്ലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു സമ്മറിയാണ് ബഡ്ജറ്റിൽ നമുക്ക് അറിയാൻ കഴിയുക. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും, ഇൻ്ററിം ബഡ്ജറ്റ് ആയതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽസ് ഇല്ലെങ്കിലും നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് 2024-25 ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് ധനകാര്യ കോർപ്പറേറ്റ് കാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. ഇത് എത്രാമത്തെ തവണയാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് ബഡ്ജറ്റ്? 6ാമത്തേതാണ്. പക്ഷേ ഇത് ഇൻ്ററിം ബഡ്ജറ്റാണ്. ഇൻ്ററിം ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ഇൻ്ററിം ബഡ്ജറ്റ് ഇസ് പ്രസൻറ്റ് ബൈ എ ഗവൺമെൻറ് ദാറ്റ് ഈസ് ഗോയിങ് ത്രൂ എ ട്രാൻസിഷൻ പീരീഡ് ഓർ ഇറ്റ് ഈസ് ഇൻ ദ ലാസ്റ്റ് ഇയർ ഇൻ ഓഫീസ് എഹെഡ് ഓഫ് ജനറൽ ഇലക്ഷൻസ്. ഒരു ജനറൽ ഇലക്ഷൻ ഫേസ് ചെയ്യുന്ന ഗവൺമെൻറ്റിന് ഫുൾ ബഡ്ജറ്റ് ആ വർഷം ഇലക്ഷൻ ഇയറിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇൻ്ററിം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്ററിം ബഡ്ജറ്റ് ഇസ് എ ബഡ്ജറ്റ് വിച്ച് ഈസ് പ്രസൻറ്റഡ് ബൈ എ ഗവൺമെൻറ് ദാറ്റ് ഈസ് ഗോയിങ് ത്രൂ എ ട്രാൻസിഷൻ പീരീഡ് ഓർ ഇറ്റ് ഈസ് ഇൻ ദ ലാസ്റ്റ് ഇയർ ഇൻ ഓഫീസ് എഹെഡ് ഓഫ് ജനറൽ ഇലക്ഷൻസ്. ട്രഡീഷണലി an incumbent government cannot present a full union budget in the election year. അപ്പോൾ ഇലക്ഷൻ ഇയറിൽ ഫുള്ളായിട്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇൻ്ററിം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിജീവന ശേഷി പ്രകടിപ്പിക്കുകയും ആരോഗ്യകരമായ വൻകിട സാമ്പത്തിക അടിത്തറ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ബഡ്ജറ്റിൻ്റെ ഈ പറയുന്ന ബഡ്ജറ്റ് സ്പീച്ചിൽ പറയുന്ന കാര്യങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എക്കോണമിയായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ഗതി, അതിൻ്റെ ഡയറക്ഷനൊക്കെ പറയുന്ന ഫാക്ട്സും അതുപോലെ തന്നെ ഫിഗേഴ്സും കോഡ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായിട്ടൊന്നും ബാധിക്കാതെ തന്നെ, വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും ബാധിക്കാതെ തന്നെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് IMFൻ്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിൻ്റെ റിപ്പോർട്ടും പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അന്താരാഷ്ട്ര നാണയനിധി IMF 2023 ഒക്ടോബറിലെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിൽ 2023-24 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ പ്രവചനം ഗ്രോത്ത് റേറ്റ്, GDP ഗ്രോത്ത് റേറ്റ് 2023 ജൂലൈയിൽ പ്രവചിച്ച 6.1% നിന്ന് 6.3% ഉയർത്തി. അതെന്താണ്? ഇന്ത്യയുടെ ഗ്രോത്ത് ഡയറക്ഷൻ, അല്ലെങ്കിൽ എക്കണോമിയുടെ ഗ്രോത്ത് ഡയറക്ഷൻ പോസിറ്റീവ് ആണെന്ന് വേണം കണക്കാക്കാൻ, അല്ലേ? കാരണം വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്കിൻ്റെ ജൂലൈ എഡിഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 6.1 ആ നിരക്കിലാണ് ഗ്രോ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒക്ടോബറിൽ റിവൈസ് ചെയ്തപ്പോൾ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6.3% ആയിട്ട് ഉയരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. മൂന്നാമത്തെ കാര്യം, ലോകബാങ്ക്, IMF, OECD, ADB തുടങ്ങിയ വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ 2024-25 ഇന്ത്യ യഥാക്രമം 6.4%, 6.3%, 6.1%, 6.7% എന്നിങ്ങനെ വളർച്ച കൈവരിക്കുമെന്ന് പ്രവചിക്കുന്നു. ഇതും എന്ത് തന്നെ കാണിക്കുന്നതാണ്? ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുന്നതാണ്. കാരണം ഇത്രയും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന 6ന് മുകളിൽ 6.4, 6.3, 6.1, 6.7 എന്നിങ്ങനെയുള്ള ഗ്രോത്ത് റേറ്റ്സിൽ ഇന്ത്യയുടെ GDP അല്ലെങ്കിൽ എന്താ പറയുന്നത് എക്കോണമി വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പ്രവചിക്കുന്നത്. 2024-25 ധനക്കമ്മി GDPയുടെ 5.1% കണക്കാക്കപ്പെടുന്നു എന്നും ഇത് 2025-26 ധനക്കമ്മി 4.5% കുറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ FRBM ആക്ട്, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് 2003 എനാക്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഈ പറയുന്ന ഡെഫിസിറ്റ്സ് മുഴുവൻ കുറക്കുവാനും, റവന്യൂ ഡെഫിസിറ്റ് 0 ഫിസിക്കൽ ഡെഫിസിറ്റ് 3% താഴെ കൊണ്ടുവരാനൊക്കെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ബഡ്ജറ്റിലും ഈ പറയുന്ന ഒരു എന്താ പറയുക റെഫറൻസസ് ഉണ്ടാവാറുണ്ട്, എത്രയാണ് ഡെഫിസിറ്റുകൾ കുറക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 2014-23 നേരിട്ടുള്ള വിദേശ നിക്ഷേപം $596 ബില്യൺ ആയിരുന്നു എന്നും ഇതൊരു സുവർണ്ണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു എന്നും ഇത് 2005-2014 നിക്ഷേപത്തിൻ്റെ ഇരട്ടിയാണെന്നും ധനമന്ത്രി അറിയിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിനൊക്കെ ഡയറക്റ്റ്ലി ബാധിക്കുന്ന കാര്യമാണ് ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോറക്സ് ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇത്രയും അധികം വളർന്നിരിക്കുന്നു, ഇരട്ടിയായിരിക്കുന്നു എന്ന് പറയുന്നു. അത് എപ്പോഴും
ഒരു പോസിറ്റീവായിട്ടുള്ള നോട്ടാണ് കാണിക്കുന്നത്. 2014-2023 നേരിട്ടുള്ള വിദേശ നിക്ഷേപം $596 ബില്യൺ ആയിരുന്നുവെന്നും ഇതൊരു സുവർണ്ണ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു. അതായത് അതൊരു എന്താ പറയുക 2005-14 അത് ഈ പറയുന്ന കാലഘട്ടത്തിന് ഇരട്ടിയായി എന്നാണ് ധനമന്ത്രി പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സബ്കാ സാത്ത് എന്ന ആശയത്തിലൂടെ 25 കോടി ജനങ്ങളെ ബഹുതല ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സബ്കാ സാത്ത് എന്ന് പറഞ്ഞ ആശയത്തിലോടുകൂടിയാണ് 25 കോടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. 25 കോടി ജനങ്ങളെ ബഹുതല ദാരിദ്ര്യം എന്താണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ നിന്ന് മോചിതരാക്കാൻ സർക്കാരിന് സഹായിച്ചതായി പറഞ്ഞു അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സബ്കാ സാത്ത് അല്ലേ. 2047 ഏഴാമത്തേത് 2047 ഇന്ത്യയെ വികസിത ഭാരതമാക്കാനുള്ള ദിശകളും വികസന സമീപനവും അതിനെക്കുറിച്ചാണ് ബഡ്ജറ്റിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഡെവലപ്ഡ് നേഷൻ എന്ന സ്റ്റേറ്റസ് 2047 കൈവരിക്കാൻ സാധിക്കുമെന്ന രീതിയിലാണ് ബഡ്ജറ്റിൻ്റെ വിഷൻ പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എട്ടാമത്തെ കാര്യം റെയിൽവേക്കായി 3 പ്രധാന സാമ്പത്തിക റെയിൽവേ ഇടനാഴി കോറിഡോഴ്സ് പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറയുന്നു. 1 ഊർജം ധാതു സിമൻറ്റ് ഇടനാഴികൾ, 2 തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴികൾ, 3 ഉയർന്ന ഗതാഗത സാന്ദ്രതയുള്ള ഇടനാഴികൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം റെയിൽവേക്ക് വേണ്ടി 3 പ്രധാന സാമ്പത്തിക എക്കണോമിക് റെയിൽവേ കോറിഡോഴ്സ് അല്ലേ. 1 ഊർജം ധാതു സിമൻറ്റ്, 2 തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇടനാഴികൾ, 3 ഉയർന്ന ഗതാഗത സാന്ദ്രതയുള്ള ഇടനാഴികൾ. 9 ഇടക്കാല ബഡ്ജറ്റിൽ നികുതിയുമായി ബന്ധപ്പെട്ട ഒരു മാറ്റവും നിർദ്ദേശിച്ചിട്ടില്ല. നേരിട്ടുള്ള നികുതികൾക്കും ഇറക്കുമതി തീരുവ ഉൾപ്പെടെയുള്ള പരോക്ഷ നികുതികൾക്കും അതേ നിരക്കുകൾ നിലനിർത്തി. കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ നികുതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ഓർക്കണം, ഇതൊരു ഇൻ്ററിം ബഡ്ജറ്റാണ്, ഒരു ഫുൾ ബഡ്ജറ്റ് അല്ല. ഇതൊരു പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം മാത്രമേ ഒരു ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുള്ളൂ. 10ാമത്തെ കാര്യം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രത്യക്ഷ നികുതി പിരിവ് 3 ഇരട്ടിയിലധികം വർദ്ധിച്ചതായി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 2.4 മടങ്ങായി. അപ്പോൾ എന്താണ് ഡയറക്റ്റ് ടാക്സ് ആണ് ഈ പറയുന്ന ഇൻകം ടാക്സ് ഒക്കെ. അപ്പോൾ 10 വർഷത്തിനിടയിൽ പ്രത്യക്ഷ നികുതി ഡയറക്റ്റ് ടാക്സ് എന്താണ് പിരിവ് 3 ഇരട്ടിയിലധികം വർദ്ധിച്ചതായും പറഞ്ഞു. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരികയാണ് ഡയറക്റ്റ് ടാക്സിൻ്റെ റവന്യൂ ഡിക്രീസ്ഡ് ബൈ 1.5 ടൈംസ് എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള സബ്ജക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻസ് സഹായിക്കും. 11ാമത്തെ കാര്യം അടുത്ത വർഷത്തെ മൂലധന ചെലവ് 11.1% വർദ്ധിപ്പിച്ച് 11,11,111 കോടി രൂപയാക്കുമെന്നും ഇത് GDPയുടെ എത്ര ശതമാനമാണ് 3.4% 2024-25 ഇടക്കാല കേന്ദ്ര ബഡ്ജറ്റ് പറയുന്നു. അപ്പോൾ അടുത്ത വർഷത്തെ മൂലധന ചെലവ് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 11.1% വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത്. അത് വളരെ ഫാൻസി ആയിട്ടുള്ളൊരു നമ്പറാണ്. 11,11,111 കോടി രൂപയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് GDPയുടെ എത്ര ശതമാനമാണ് 3.4%. 12ാമത്തെ കാര്യം 2023-24 സാമ്പത്തിക വർഷത്തെ ദേശീയ വരുമാനത്തിൻ്റെ ആദ്യ മുൻകൂർ എസ്റ്റിമേറ്റ് പ്രകാരം ഇന്ത്യയുടെ യഥാർത്ഥ റിയൽ GDP എത്ര ശതമാനമായിട്ട് വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് 7.3% വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അല്ലേ. 13ാമത്തെ ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ എന്ന ഒരു പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട് ബഡ്ജറ്റിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടെ 25 കോടി ജനങ്ങളെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ഗവൺമെൻറ് സഹായിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പദ്ധതിയിൽ പറയുന്ന ഗരീബ് കല്യാൺ ദേശ് കാ കല്യാൺ അതൊരു തീം പോലെയാണ് ഓർത്ത് നോക്കണം. 14 PM കിസാൻ സമ്മാൻ യോജന നമുക്കറിയാവുന്നതാണ്, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. 11.8 കോടി കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകി എന്ന് പറയുന്നു. ഇതുപോലെ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന PM സ്വാനിധി എന്ന് പറഞ്ഞൊരു ക്രെഡിറ്റ് സ്കീമിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. PM സ്വാനിധി എന്ന് പറയുന്നത് ബേസിക്കലി ഈ ചെറുകിട കച്ചവടക്കാർക്ക്, വഴിയോര കച്ചവടക്കാർക്ക്, അതായത് സ്ട്രീറ്റ് വെൻഡേഴ്സിന് കൊടുക്കുന്ന ലോണാണ് PM സ്വാനിധി എന്ന് പറയുന്നത്. 15ാമത്തെ കാര്യം വനിതാ സംരംഭകർക്ക് 30 കോടി മുദ്ര യോജന വായ്പകൾ നൽകി. മുദ്ര യോജന ഇമ്പോർട്ടൻ്റ് ആണ്. 16ാമത്തെ പോയിന്റ് പുരപ്പുറ സൗരോർജ്ജവൽക്കരണത്തിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതിയാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം റൂഫ് ടോപ്പ് സോളാർ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1 കോടി കുടുംബങ്ങൾക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രതിമാസം 300 യൂണിറ്റ് സൗജന്യ വൈദ്യുതി എന്നാണ് പറയപ്പെടുന്നത്. 17 40,000 സാധാരണ റെയിൽ ബോഗികൾ വന്ദേ ഭാരത് നിലവാരത്തിലേക്ക് മാറ്റും എന്നും പറയുന്നു. അപ്പോൾ ഇത് വളരെ ചെറിയൊരു സമ്മറിയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആക്ച്വലി ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്ത്, ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് ഏത് ദിശയിലാണ്, ഏതൊക്കെ രീതിയിൽ നമുക്കൊരു ഗ്രോത്ത് പാരാമീറ്റേഴ്സിൽ നമുക്ക് ഉയർച്ചയുണ്ട് താഴ്ചയുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് പാരാമീറ്റേഴ്സ് നമുക്ക് ബഡ്ജറ്റ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ സബ്ജക്റ്റീവായിട്ടും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവായിട്ടും പറഞ്ഞ കാര്യങ്ങൾക്ക്
ഈ പറയുന്ന ഇമ്പോർട്ടൻസ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ബൈ, ടേക്ക് കെയർ.